ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് പുതിയ വീഡിയോ ആണ്, പുതിയ കാഴ്ചകളാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കന്യാകുമാരി തൂത്തുക്കുടി ബൈപ്പാസിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവെന്താ ഇവിടെയെന്ന്. അപ്പൊ ഇന്ന് തൂത്തുക്കുടിയിലെ കാഴ്ചകളാണ്. അതിനുശേഷം നമ്മൾ കന്യാകുമാരി യാത്ര ഉണ്ടാവും. അപ്പോ ഒരു ചായ കുടിച്ചിട്ട്, ഒരു ഉഷാറാൻ വേണ്ടിട്ടോ ചായ ഒക്കെ കുടിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊരു ചായ കുടിക്കാം. ഫസ്റ്റ് ചായ കുടിക്കാം. കണ്ടോ, രാവിലെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ സമയം ഒരു 6:15 അപ്പൊ ഒരു ഉഷാറ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ചായ കുടിക്കാം. നമുക്ക് ഇവിടുത്തെ ചായക്കടയിൽ തന്നെ കയറാം. വരൂ വരൂ വരൂ. ഇവിടെ അല്ലൂസ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചായക്കട തന്നെ ഒരു 10-25 കിലോമീറ്റർ മുന്നിലോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അതുവരെ ചായക്കട കാണാനല്ലോ. ഓപ്പോസിറ്റ് സൈഡിൽ ചായക്കട ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ സൈഡില് തീരെ ചായക്കട ഇല്ല കേട്ടോ. അല്ല് പറയുന്നുണ്ട് അവിടുന്ന്. അല്ലെന്താ അല്ലവിടെ കാത്ത് കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു സംഭവം തരുന്ന അത് കിട്ടുന്നില്ല. അത് ഇതിന്റെ മാത്രം പ്രശ്നമാണോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോന്ന് അറിയുന്നുണ്ട്. ഞാനൊരു സാധനം തരുന്നില്ല, അത് മാത്രം കിട്ടൂല, ബാക്കിയൊക്കെ ഉണ്ടാവും. എന്റെ മാത്രം പ്രശ്നമാണ്. ഇപ്പൊ ചായ അത്യാവശ്യമാണെങ്കിൽ ചായ ഉഷാറുണ്ടാവുള്ളൂ വിചാരിച്ചൊരു ചായ കുടിക്കാൻ ചായക്കട ചായക്കട കാണാല്ല. എപ്പോഴും അതങ്ങനെയാണ്. ഒരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ അത് ഇഷ്ടം പോലെ ഉണ്ടാവും. കാര്യം നല്ല വെയിലൊക്കെ നല്ല ഇളം വെയില്. സമയം എന്തായെന്നറിയോ? 7:10. ഇവിടെ കാറ്റാടി നന്നായിട്ടുണ്ട്. ഭാഗത്ത് കാറ്റാടി നല്ലോണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. കാറ്റാടികളുണ്ട് ഈ ഭാഗത്ത്. അങ്ങനെ നമ്മൾ യൂട്ടൺ അടിച്ചിട്ട് നമ്മൾ ഭക്ഷണം ചായക്കട കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഹോട്ടലാക്കാതെ വിചാരിച്ചു, ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൽ കയറാൻ പോവാട്ടോ. അപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം നമുക്ക് അടുത്ത പരിപാടി. അപ്പോൾ ഫ്രഷ് ആവാനുള്ളവരൊക്കെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഈ തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെജ് ഫുഡ് നല്ല അടിപൊളി ഫുഡായിരിക്കും കേട്ടോ. അതായത് രാവിലത്തെ ഇഡ്ഡലി, ദോശ, പൊങ്കല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു വെറൈറ്റി ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പോയി അങ്ങനെ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലൂസേ അവിടെ ഇരിക്ക, ഇവിടെ ഇരുന്നോട്ടെ. വരൂ വരൂ. അപ്പൊ നമ്മൾ ഏകദേശം തൂത്തുക്കുടിക്ക് 10 കിലോമീറ്ററും കൂടി ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ സൈഡിലൊന്നും, നമ്മൾ പോകുന്ന സൈഡിലൊന്നും ഫുഡ് ഉണ്ടായിരുന്നില്ല. ഓപ്പോസിറ്റ് സൈഡിലാട്ടോ. അപ്പൊ നമ്മള് യൂട്ടൺ എടുത്തിട്ട്, അതായത് എന്താ ടോളിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് യൂട്ടൺ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. തൂത്തുക്കുടിയിലെ ഫുഡാണ്. എങ്ങനെ ഉണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. പിന്നെ തമിഴ്നാടിന്റെ ഒരു പ്രത്യേക ഫുഡാണ് പൊങ്കൽ കേട്ടോ. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ ഇപ്പോഴും പൊങ്കല് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പൊങ്കൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഒരു പ്രത്യേക ഫുഡാണ് പൊങ്കലും സാമ്പാറും. ഒരു വെറൈറ്റി ആയിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം. ഇതാണ് പൊങ്കല്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു പ്രത്യേകത ഫുഡാണ് ഇത് പൊങ്കല്. പൊങ്കൽക്ക് അവർ കൂടെ തരുന്നത് സാമ്പാർ കേട്ടോ. സാമ്പാർ, ഇതാണ് സാമ്പാർ കേട്ടോ. ഇത് സാമ്പാർ. പിന്നെ വൈറ്റ് ചട്നി, തേങ്ങാ ചട്നി. ഇതെന്ത് ചട്നിയൊക്കെ? ഇത് വേറെ ചട്നി, തക്കാളി ചട്നി അതുകൊണ്ട് നോക്കട്ടെ. ഇത് കേസരി. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ. ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. കഴിച്ചിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. സാമ്പാർ ഇതിൽ ഒഴിച്ച്
ജസ്റ്റ് ഒന്ന് കഴിച്ചോ കേട്ടോ. സൂപ്പർ. ആരെങ്കിലും ഒക്കെ ഇവിടേക്ക് തമിഴ്നാടൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതൊരു വെറൈറ്റി ഫുഡാട്ടോ. എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കഴിച്ചവരും ഉണ്ടാവും, കഴിക്കാത്തവരും ഉണ്ടാവും. ഇത് ഒരു വെറൈറ്റിയാണ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. എന്താ തമിഴ്നാട്ടിലെ ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലത്തെ വെജിറ്റേറിയൻ ഫുഡ് അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും. കാരണം അവരെ സാമ്പാറിന്റെ കൂട്ടൊന്നും വേറൊരാൾക്കും അറിയില്ല. നമുക്കത് ഇനി അവരെ പുറത്ത് വിടില്ല കേട്ടോ. അത് അവരുടെ സീക്രട്ടാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് നോക്കാം. ഓക്കെ. അങ്ങനെ ഞാനും അല്ലൂസും എല്ലാരും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. കണ്ടോ? ബാക്കി അല്ലൂസ് പറഞ്ഞ. അല്ലൂസ് എന്തൊക്കെ കഴിച്ചു? ഓൻ അങ്ങനെ തന്നെ കാര്യമായിട്ട് നമ്മൾ എന്തെങ്കിലും പറയാൻ പറഞ്ഞോ പറയില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നല്ല വെയില്, ഇപ്പൊ തന്നെ വെയില് കൂടുതലാണ് കേട്ടോ. 7:30 ആയിട്ടുള്ളൂ. 7:30 ആയപ്പോ ഇങ്ങനെ ഇപ്പോഴത്തെ വെയിലിന്റെ ഒരു അവസ്ഥ കണ്ടോ. അന്ന് വെയില്. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഹാർബറിലേക്കാണ് കേട്ടോ. ഹാർബറിലെ കാഴ്ചകൾ. അതിനുശേഷം നമുക്ക് വേറെ ഫസ്റ്റ് നമ്മൾ ഹാർബർ പോകും. അതിനുശേഷം കേട്ടോ ബാക്കി ഹംപിയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അല്ലൂസേ നല്ല ഒതിച്ചു വരുന്ന വെയിലാണ് കേട്ടോ. അതാണ് എന്താ വീഡിയോ ഒക്കെ തിരി ക്ലാരിറ്റി കമ്മി, നല്ല ക്ലാരിറ്റി കമ്മിയുണ്ട്. ആ സാധനം വെക്കണോ നമ്മ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും വെക്കട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ തിരി ഇതുണ്ടാവും. എന്തുണ്ടാവും? ക്ലാരിറ്റി ഉണ്ടാവൂലല്ലോ. അല്ലോ ഇങ്ങനെ പറഞ്ഞു തരും നമുക്ക്. ആയിപ്പോ വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് തൂത്തുക്കുടി ഹാർബറിലെ കാഴ്ചകളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പോ ഈ സമയം ആയതുകൊണ്ട് എൻട്രി ഉണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോ നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ വരുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ എത്തണം കേട്ടോ. രാവിലെ എത്തിക്കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അല്ലെ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നിട്ടോ. ഞാൻ അല്ലൂസിനെ സ്കൂളിൽ ചേർത്തിട്ടോ ഈ വർഷം. അല്ലൂസ് ഞാൻ സ്കൂളിൽ ചേർത്തു, യൂണിഫോം മേടിച്ചു. പിന്നെ നമ്മള് ഒരു സാധനം വാങ്ങിച്ചു, ബോക്സ് ഒന്നും വാങ്ങിച്ചിട്ട് അതൊന്നും വരുന്നില്ല. ബോക്സ് ഒന്നും മേടിച്ചിട്ടില്ല. നമുക്ക് യൂണിഫോം കിട്ടിയില്ലേ? അപ്പൊ അല്ലൂസ് ഈ വർഷം സ്കൂളിൽ അത് ഓണാക്കി പറഞ്ഞോ. അപ്പൊ ഇപ്പൊ നമ്മള് ഇന്നത്തെ തൂത്തുക്കുടി താത്തറ തൂത്തുക്കുടിയാണ് കേട്ടോ പോണേ. ഞാനൊക്കെ യൂണിഫോം ഒക്കെ വായിച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ വായിച്ച നമ്മള് നോക്കണുള്ളൂ. നമ്മളിപ്പൊക്കെ താറ് വായിച്ചാലും ബൊലേറോ വായിച്ചാലും വേണമെങ്കിലൊക്കെ ഏത് വണ്ടി വായിച്ച അത് പൂരം പറ്റ നമുക്ക് മേടിച്ചാ പൈസ എത്തട്ടെ എന്നിട്ട് വലിയ വണ്ടിക്ക. ഓക്കെ. യൂട്യൂബ് ചാനലൊക്കെ ഓടിയിട്ട് പൈസ ഇട്ടട്ടെ. പൈസ ഇട്ടട്ടെ എന്നിട്ട് ഇട്ട് വലിയ താറ് വായിച്ച പൂരത്തിന് മേടിച്ചാ പോരെ. രാവിലെ എന്താ കഴിച്ചത്? ദോശ. പിന്നെ രാവിലെ നേരത്തെ നമ്മള് ചിക്കൻ കഴിച്ചില്ല, അതൊന്ന്. പിന്നെ രാവിലെ നേരത്തെ നമ്മള് ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചേന്നാ ചോദിക്കുന്നത്. ദോശടി. ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങള് വാടാ പോടാ ബന്ധാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. പറ നെക്സ്റ്റ്. ഇപ്പച്ചും അച്ഛും മാമിയും ഇപ്പച്ചും അച്ഛും മമ്മിയും എല്ലാരും മാണിക്ക്. ഇപ്പാനെ തെറ്റി. അച്ഛനല്ല, അച്ഛനെ കിട്ടല്ല. അത് സാധനം അങ്ങനെ ഉണ്ട്. എന്റെ മൈക്കന്നാളാ, എന്റെ മൈക്കന്നാളാ, എന്റെ മൈക്കന്നല്ലോ. പിന്നെ മൈക്കാണ് കണ്ടോ. എന്താ 1 ലക്ഷത്തിന് മൈക്ക് എന്താ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയാലേ മര്യാദ തന്നെ. എന്റെ മൈക്ക് സോറി സോറി വേണ്ട വേണ്ട പോരാ.
പോരാ പൊട്ടു. പോരാ. ആ തൽക്കാലത്തേക്ക് ക്ഷമിച്ചു ട്ടോ. നീ ഏറ്റവും കൂടുതൽ ആരെ ഇഷ്ടം? അച്ഛനെ. കളിച്ചൊക്കെ എടിയെത്തണ്ട. അപ്പൊ ഞാൻ താതറ പോവാണ് കേട്ടോ. നമ്മള് വണ്ടി പോയോണ്ടിരിക്കന്നെയാണ് കേട്ടോ. നമ്മള് ലൊക്കേഷൻ അറിയുമ്പോ നമ്മള് പോയോണ്ടിരിക്കാണ്. ചൂടാണ് മാച്ച്. മതിയോ? കഴിഞ്ഞോ? ഈ ഉപ്പുപാടങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഉപ്പുപാടങ്ങളുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുള്ളത് പോണ്ടിച്ചേരി പോകുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ പറ്റുക കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ ഭാഗത്തുകൊണ്ട് ഉപ്പുപാടങ്ങള് കണ്ടോ. ഉപ്പുപാടങ്ങളുണ്ട് ഇവിടെ.